യുഎസിലെ ഫ്ലോറിഡ ടെമ്പാബയിലായിരുന്നു ഉമർ ഷമീറ ദമ്പതികൾ താമസിച്ചിരുന്നത്. അവർക്ക് 10 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞും ഉണ്ടായിരുന്നു. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 7, 2023 ഒഹായിലോട്ട് ഒരു ട്രിപ്പ് പോയിട്ട് അവർ തിരിച്ച് ഫ്ലാറ്റിലോട്ട് എത്തിയതായിരുന്നു. അവരുടെ ആ ഒരു അപ്പാർട്ട്മെന്റിൽ കയറിയപ്പോൾ തന്നെ അവർക്ക് എന്തോ ഒരു സ്മെല്ലടിച്ചു. അതായത് ഒന്നും ചീഞ്ഞ് നാറിയ സ്മെല്ലല്ല, ബട്ട് എന്തോ ഒരു കെമിക്കലിൻ്റെ സ്മെല്ലായിരുന്നു അവർ അപ്പാർട്ട്മെൻറ്റ് മുഴുവൻ ഉണ്ടായിരുന്നത്. അവരാദ്യം തന്നെ വിചാരിച്ചത് വല്ല ഗ്യാസ് ലീക്കേജോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വല്ല എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് നടന്നതിൻ്റെ ബാക്കിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നായിരുന്നു. അങ്ങനെ അവരവരുടെ അപ്പാർട്ട്മെന്റ് മുഴുവൻ പരിശോധിച്ചു. അവർ നോക്കുമ്പോൾ ഗ്യാസ് ലീക്കേജും ഇല്ല, അതുപോലെ തന്നെ വയറും കാര്യങ്ങളൊന്നും കരിഞ്ഞതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും മറ്റും ഒന്നും തന്നെ കാണാനൊന്നുമില്ല. പിന്നെ അവരുടെ അപ്പാർട്ട്മെന്റിൽ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസ് ഒന്നും വരാനായിട്ടുള്ള യാതൊരു സാധ്യതയില്ല. പിന്നെ അവർ ചിന്തിച്ച മറ്റൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തങ്ങൾ ട്രിപ്പിന് പോയ ആ ഒരു ടൈമിൽ അപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കോ മറ്റോ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് തങ്ങി നിൽക്കുന്നതായിരിക്കാം എന്നുള്ളൊരു അസംഷനിലോട്ട് അവർ എത്തുകയാണ്. അത്യാവശ്യം ചൂടുള്ളൊരു ടൈം എന്നാലും ആ ഒരു സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ട് അവർ ഇതേപോലെ തന്നെ ജനലും ഡോറും എല്ലാം തന്നെ തുറന്നിടുകയായിരുന്നു. പിന്നെ സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ട് അവർ റൂമിൽ എയർ ഫ്രഷ്നറൊക്കെ അടിച്ചു. അതിനുശേഷം ഷമീറ കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിച്ചണിലോട്ട് പോയി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യായിരുന്നു. ഉമറാണെന്നുണ്ടെങ്കിൽ അൺപാക്ക് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാനൊക്കെ തുടങ്ങി. എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു ഷമീറ ഉമറിനെ വിളിക്കുകയാണ്. ഉമർ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ഫുഡൊന്നും തന്നെ കഴിക്കുന്നില്ല. അതേപോലെ തന്നെ ഭയങ്കര കരച്ചിൽ, ഭയങ്കര വാശി. ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്. ഫുഡ് കഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നുകയാണ്. അപ്പോൾ അവർ വിചാരിച്ചു ഈ ചൂട് കാരണമായിരിക്കും കുഞ്ഞ് ഫുഡൊന്നും കഴിക്കാത്തത്, നമ്മൾ ജനലും വാതിലെല്ലാം തുറന്നിട്ടേക്കാണല്ലോ എന്ന്. അങ്ങനെ അവരതെല്ലാം തന്നെ ക്ലോസ് ചെയ്തു, AC ഇട്ടു. അത് കഴിഞ്ഞ് ഒന്ന് തണുത്തതിന് ശേഷം പിന്നെയും ഫുഡ് ഒഴിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ആ കുഞ്ഞിന്. എന്നാൽ ആ ടൈമിലും ഫുഡ് കഴിച്ചില്ല കുഞ്ഞ്. അപ്പോൾ അവർ നോക്കുമ്പോൾ കുഞ്ഞിന് മാത്രമല്ല അസ്വസ്ഥത അവർക്കും ഉണ്ട്. ചെറിയൊരു തലവേദന പോലെയും അതുപോലെ തന്നെ ആകപ്പാടൊരു ക്ഷീണമുണ്ട്. അപ്പോൾ അവർ ചിന്തിച്ചത് ഇത്രയും വലിയൊരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, അതിൻ്റെ ആയിരിക്കും ഇന്നൊന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം റെഡിയാവുമെന്ന് വിചാരിച്ചുകൊണ്ട് അന്ന് നേരത്തെ കുഞ്ഞിനെയും ഉറക്കി അവരും ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ അവർ എഴുന്നേറ്റപ്പോഴും ആ ഒരു എന്താ പറയുക ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊന്നും തന്നെ മാറിയിട്ടുണ്ടായിരുന്നില്ല. തലവേദന ഇന്നലത്തെ പോലെ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്നും കഴിക്കുന്നുമില്ല, അതേപോലെ തന്നെ ഭയങ്കര വാശി. അന്നത്തെ ദിവസവും അവരത് വലിയ കാര്യമാക്കിയില്ല. എന്നാൽ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും, അതായത് അവർ ട്രിപ്പ് പോയി വന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടും ആ ഒരു സ്മെല്ല് പൂർണ്ണമായിട്ട് മാറുന്നുമില്ല. അതുപോലെ തന്നെ ഇവരുടെ തലവേദന കൂടുന്നതല്ലാതെ കുറയുന്നില്ല. കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്, അതുപോലെ തന്നെ ഇടയ്ക്കിടെ വൊമിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്ക് എന്താണ് സംഭവിച്ചത്? അവർ പോയ യാത്രയ്ക്കും അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സിംറ്റംസിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുപോലെ അവസാനം ഇതെങ്ങനെയാണ് ഇവർ സോർട്ട് ഔട്ട് ചെയ്തത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഈ ഉമറും ഷമീറയും വിചാരിച്ചത് അവർ ട്രിപ്പ് പോയ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതായത് വല്ല ക്ലൈമറ്റിൻ്റെ പ്രശ്നമോ ഇല്ലാന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ പ്രശ്നമോ അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കൊണ്ടായിരിക്കാം അവർക്ക് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നെന്നുള്ളതായിരുന്നു അവർ ചിന്തിച്ചത്. എന്നാൽ 2-3 ദിവസങ്ങൾ കൊണ്ട് ഇത് മാറേണ്ടതാണ്. എന്നാൽ അവരുടെ കാര്യത്തിൽ അത് മാറിയില്ല. അങ്ങനെ ഇരിക്കെ അന്നത്തെ ദിവസം ഒരു ഈവനിങ് ടൈമിൽ ഈ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ഉമർ കുഞ്ഞിനെ എടുത്ത ടൈമിൽ ആള് ശ്രദ്ധിച്ചത് ബെഡിലോട്ടാണ്. കാരണം ബെഡിൽ ഒരുപാടധികം മുടി കിടക്കുന്നു. സാധാരണ കുഞ്ഞിൻ്റെ തലയിൽ ഇത്രയും മുടി കൊഴിയാറില്ല. ആൾ കുഞ്ഞിൻ്റെ തലയുടെ ബാക്ക് സൈഡ് നോക്കിയ ടൈമിൽ പല ഭാഗങ്ങളിലും നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ കാണുന്നുണ്ട്. അപ്പോൾ ആളൊരുപാട് പാനിക്കായി. ആൾ ഷമീറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അവർ ഗൂഗിളിലും മറ്റൊക്കെ നോക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ എന്താ പറയുക കൂടുതലായിട്ട് മുടി കൊഴിയാറുള്ളൂ. ഒരു 10 മാസമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം മുടി കൊഴിയുന്നത് അത്ര നോർമലായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത്. ഗൂഗിളിൽ ഇത് നോക്കിയ സമയത്ത് ഇൻഫെക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ വല്ല റിംഗ് വേംസ് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജെനറ്റിക് ഡിസോർഡർ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം എന്നുള്ളത് കണ്ടു. ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് പേടിക്കും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമുക്കറിയാത്ത കാര്യത്തിലോട്ട് പോകണ്ട, നേരെ ഡോക്ടറെ കാണിക്കാം എന്നുള്ളത് ഇവർ 2 പേരും കൂടെ തീരുമാനിക്കുകയാണ്. അങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു. എന്നാൽ ആ ഒരു സമയത്താണ് ഉമർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത് ആൾ കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറിയ ടൈമിലായിരുന്നു. ആൾ കുളി കഴിഞ്ഞ് നോക്കുമ്പോൾ ധാരാളം മുടി അവിടെ കിടക്കുന്നുണ്ട്. സാധാരണ ആളുടെ തലയിൽ നിന്നും അത്രയും മുടി കൊഴിയാറില്ല. ഇപ്പോൾ നോക്കുമ്പോൾ ഒരുപാടധികം മുടി കൊഴിയുന്നുണ്ട്. വൈഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ വൈഫിൻ്റെയും മുടി നല്ലപോലെ കൊഴിയുന്നുണ്ട്. അപ്പോഴാണ് അവർ മറ്റേ കാര്യം വീണ്ടും ഓർക്കുന്നത്. അതായത് അവരിതേപോലെ തന്നെ വീട്ടിലോട്ട് കയറി വന്ന സമയമുണ്ടല്ലോ ട്രിപ്പ് കഴിഞ്ഞിട്ട്, ആ ടൈമിൽ ഒരു സ്മെല്ലുണ്ടായിരുന്നു. ആ ഒരു സ്മെല്ലടിച്ചതിന് ശേഷമാണ് അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്.
അപ്പോൾ ഈ ഒരു സ്മെല്ലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ ഒരു സ്മെല്ല് യൂസ് ടു ആയതുകൊണ്ട് തന്നെ വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ, അതായത് ഓൾറെഡി കുറേ നാൾ ഇങ്ങനത്തെ ഒരു സ്മെല്ല് അടിച്ചത് കൊണ്ട് തന്നെ അതങ്ങ് യൂസ് ടു ആയി. പിന്നെ വലിയ പ്രശ്നങ്ങളായിട്ട് അവർക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നാലും എന്തോ ഒരു ലീക്കേജ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉമർ നേരെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണറിനെ കോൾ ചെയ്യായിരുന്നു. എന്നിട്ട് ആളുടെ അടുത്ത് ചോദിച്ചു, ഞങ്ങളില്ലാതിരുന്ന ടൈമിൽ ഇവിടെ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കോ മറ്റോ നടന്നിട്ടുണ്ടായോ എന്നുള്ളത്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ഓണർ പറഞ്ഞു, ഇല്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ എന്തോ ലീക്ക് ഉണ്ടെന്നുള്ളത് ഉമർ പറഞ്ഞപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഇൻസ്പെക്ടറെ വിടാമെന്ന് ആൾ പറഞ്ഞു. അങ്ങനെ ഓണർ ഒരു ഗ്യാസ് ഇൻസ്പെക്ടർ അങ്ങോട്ട് പറഞ്ഞേക്കാണ് അവിടെ ഗ്യാസിൻ്റെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. ആളവിടെ വന്നു. ആ ഒരു ഏരിയ മുഴുവൻ ആൾ പരിശോധിച്ചിട്ടും അത്തരത്തിലുള്ള യാതൊരു ലീക്കും ആൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഗ്യാസും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ ആൾ വന്ന് കയറി തിരിച്ചു പോയപ്പോൾ ഒരു കാര്യം ഇവരുടെ അടുത്ത് പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സ്മെല്ലുണ്ടെന്നുള്ളത്. അതായത് ഇവർ പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു സ്മെല്ലുണ്ടെന്നുള്ളത് ആൾ കൺഫേം ചെയ്യുകയാണ്. എന്നാലും അത് എന്തിൻ്റെ സ്മെല്ലാന്ന് ആൾക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ ഗ്യാസിൻ്റെ ഇഷ്യൂ അല്ലാന്ന് ആൾ 100% തറപ്പിച്ച് പറയുകയും ചെയ്തു. അടുത്തതായിട്ട് ഓണർ മോൾഡ് ഇൻസ്പെക്ടറെ പറഞ്ഞേക്കാണ് അവിടെ എന്തെങ്കിലും മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട്. ആളും വന്നെങ്കിൽ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പരിശോധിച്ചിട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു തിരിച്ചു പോയത്. അതുപോലെ തന്നെ ഇനി ഹീറ്ററിൻ്റെ വലിയ ഇഷ്യൂസ് ആണോ വയറിൻ്റെ വലിയ ഇഷ്യൂസ് ആണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലംബറും ഇലക്ട്രീഷ്യനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഒന്നും ഇഷ്യൂസ് അല്ല എന്നുള്ളതും അവരും ഇതേപോലെ തന്നെ കൺഫേം ചെയ്യുകയാണ്. എന്നാൽ വന്നവരെല്ലാവരും തന്നെ എന്തോ ഒരു വ്യത്യാസമായിട്ടുള്ളൊരു സ്മെല്ല് ഇവിടെ ഉണ്ട് എന്നുള്ളത് അവരുടെ അടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെ പല ആളുകൾ വന്ന് നോക്കിയിട്ടും അവർക്കൊന്നും തന്നെ എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവസാനം ഉമറും ഷമീർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിനെ കോൾ ചെയ്തു. എന്നിട്ട് ഇതേപോലെ എന്തോ ഒരു പ്രശ്നം ഇവിടെ എന്ന് പറഞ്ഞു. അവിടെ നിന്നും ആൾക്കാർ വന്നു കയറി ഇവിടെ നോക്കുകയാണ്. അവർക്കും ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്താ പറ്റിയെന്നുള്ളത് ഒരു പിടിയും കിട്ടണ്ടായിരുന്നില്ല ഇവർക്ക്. ഇവർ ട്രിപ്പ് പോയി വന്ന് 2 ആഴ്ച കഴിഞ്ഞു. ഇവരുടെ തലവേദനയാണെന്നുണ്ടെങ്കിൽ മാറുന്നുമില്ല, മുടി കൊഴിച്ചിലും ഉണ്ട്, ഒരുപാടധികം എന്താ പറയുക ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ക്ഷീണം, ആകെ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു അവരിങ്ങനെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ദിവസം അവരങ്ങനെ റൂമിലിരിക്കുന്ന ടൈമിൽ പെട്ടെന്നല്ല ഈ ഒരു കെമിക്കലിൻ്റെ സ്മെല്ല് അധികമായിട്ട് വരികയാണ്. അപ്പോൾ ഉമർ വിചാരിച്ച് ഇനിയിപ്പോൾ വേറെ ആരെയും വിളിച്ചിട്ട് കാര്യമില്ല, ഈ സ്മെല്ല് എവിടെ നിന്നാണ് വരണം എന്നുള്ളത് ഞാൻ തന്നെ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചിട്ട് ആളിങ്ങനെ സ്മെല്ല് പിടിച്ച് പോവാണ്. ആൾ ഓരോ റൂമിൽ ചെന്നു, അതേപോലെ തന്നെ കിച്ചണിൽ പോയി. അങ്ങനെ ആളിങ്ങനെ പാസ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിലാണ് ആൾക്ക് മനസ്സിലായത് പുറത്ത് നിന്നാണ് സ്മെല്ല് വരുന്നത്. ആ ഒരു ഡോറിൻ്റെ അവിടെ നിന്നാണ് സ്മെല്ല് വരുന്നത്. ആൾ നേരെ മെയിൻ ഡോറിൻ്റെ അവിടെ ചെന്നു. ആ ഒരു ഡോറ് തുറന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നും തന്നെ ഇല്ല, ആരുമില്ല, ഒന്നുമില്ല. ഇനി വല്ല എന്താ പറയുക മൂട്ടക്കോ കൊതുകിനോ മരുന്നടിക്കുന്ന ആരെങ്കിലും വന്നു പോയോ എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ആരും വന്നിട്ടില്ല. എന്നാലും ആൾ ആ ഒരു ഡോറിൻ്റെ ആ ഒരു ഭാഗത്ത് സ്മെല്ല് ചെയ്ത് നോക്കുന്ന ടൈമിൽ ഡോറിൻ്റെ മുകൾ ഭാഗത്ത് അത്രയും സ്മെല്ലില്ല. എന്നാൽ ഡോറിൻ്റെ താഴ്ഭാഗത്ത് വല്ലാത്ത രീതിയിലൊരു കെമിക്കലിൻ്റെ സ്മെല്ല് വരുന്നത് ആള് ഇതേപോലെ തന്നെ മനസ്സിലാക്കുകയാണ്. ഉമർ അതിനുശേഷം ഡോറ് തുറന്നും അടച്ചും അതേപോലെ തന്നെ അതിൻ്റെ ഇടയിലും അവിടെ ഇവിടെ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു എവിടെ നിന്നാണ് സ്മെല്ല് വന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ഒന്നും ആൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആൾ ഇതേപോലെ തന്നെ ഡോറിൻ്റെ അടിഭാഗത്ത് നിന്ന് സ്മെല്ല് വന്നെന്നുള്ളൊരു വിവരം ആളുടെ വൈഫായിട്ടുള്ള ഷമീറയുടെ അടുത്ത് പറയുകയാണ്. അവർക്ക് രണ്ടുപേർക്കാണെന്നുണ്ടെങ്കിലും തീരെ വയ്യ, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ അവർ ഈ ഒരു വീട് മാറിപ്പോയാലോ ഒന്നും ഉണ്ടാതെ എന്നുള്ള കാര്യം വരെ ആലോചിച്ചു. എന്നാൽ ഈ ഒരു വീട്ടിലോട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് അവർ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി പെട്ടെന്ന് തന്നെ ഒരു പുതിയ വീട്ടിലോട്ട് മാറാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് അവർക്കത് ആ സമയത്ത് പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതെന്താ സംഭവം എന്നുള്ളത് തങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ള ആ ഒരു ഇതിലോട്ട് ഈ ഒരു ഉമർ എത്തുകയാണ്. അങ്ങനെ ഉമർ ഒരു കാര്യം പ്ലാൻ ചെയ്യാണ്. അന്നത്തെ ദിവസം രാത്രി എല്ലാവരും ഉറങ്ങുന്നത് വരെ ഉമർ വെയിറ്റ് ചെയ്തു. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ആളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നിട്ട് ആ വീടിൻ്റെ പുറത്ത് ഒരു എന്താ പറയുക ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു പ്ലാന്റ് വെക്കുകയാണ്. എന്നിട്ട് ആൾ അവിടെ നിന്ന് പോയി. അതിനുശേഷം ഒരു 2 ദിവസം കഴിഞ്ഞു, അതായത് ജൂൺ 27 ആയി. അപ്പോൾ ഒരു 5:30 ടൈമൊക്കെ ആയപ്പോൾ പെട്ടെന്നുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സ്മെല്ല് വരികയാണ് അവിടെ നിന്ന്. ഈ ഒരു സ്മെല്ല് വന്നപ്പോൾ കുട്ടി കരയാനും അതുപോലെ തന്നെ വൊമിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. എന്നാൽ ഉമർ ആ ഒരു സമയത്ത് വളരെ കാമായിരുന്നു. ആളവിടെ നിന്ന് എഴുന്നേറ്റ് വളരെ കാഷ്വലായിട്ട് പോയിട്ട് ആളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നു. അതിനുശേഷം ആ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ് ഉണ്ടല്ലോ അതെടുത്ത് ആൾ അകത്തോട്ട് കയറി. അതിനുശേഷം ആൾ ചില കണ്ടെത്തലുകൾ നടത്തുകയായിരുന്നു. ഉടനെ തന്നെ ഷമീറാനോട് പറഞ്ഞു, എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തോ, റെഡി ആയിക്കോ, നമുക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാം, ഇനി ഇവിടെ ഒരു നിമിഷവും നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ആൾ പറയുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ 911 എന്നുള്ള എമർജൻസി നമ്പറിലോട്ടും ആൾ കോണ്ടാക്ട് ചെയ്യുകയായിരുന്നു. എന്നിട്ട് ആൾ പോലീസിൻ്റെ അടുത്ത് നടന്ന കാര്യം പറഞ്ഞു. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ വീടിൻ്റെ പുറത്ത് ആ ഒരു ഫേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഉള്ളിൽ ഒരു ഹിഡൻ ക്യാമറയും ആൾ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇഷ്യൂ എന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട്.
അപ്പോൾ അന്നത്തെ ദിവസം ഇതേപോലെ സ്മെല്ല് വന്നതിന് ശേഷം ആള് ആ ഒരു പ്ലാന്റ് എടുത്ത് അകത്ത് വെച്ചതിന് ശേഷം ആ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കിയത്. അതായത് ഒരാൾ ഇതേപോലെ തന്നെ ഒരു സിറിഞ്ചിൽ എന്തൊക്കെയോ കെമിക്കൽ മിക്സ് ചെയ്തിട്ട് ഇവരുടെ ഡോറിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമാണെന്നുള്ളത് ആൾക്ക് മനസ്സിലായി, വല്ല സ്ലോ പോയിസണോ എന്തോ സീനാണെന്നുള്ളത് ആൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ആൾ കുട്ടിയെ എടുത്തോ നമുക്ക് എന്തായാലും നേരെ ഹോസ്പിറ്റലിൽ പോകാമെന്നുള്ളത് പറഞ്ഞത്. അതേപോലെ തന്നെ ആ ഒരു ഫുട്ടേജും കാര്യങ്ങളും എല്ലാം തന്നെ ആൾ പോലീസിന് കൈമാറുകയും ചെയ്തു. ഉമറും ഷമീറയും കുഞ്ഞും നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. പോലീസുകാർ നേരെ ഉമറിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വരികയാണ്. അവർ ഉമറിൻ്റെ ഫ്ലാറ്റിൻ്റെ നേരെ താഴെയുള്ള ഫ്ലാറ്റിൽ പോയിട്ട് ഡോറ് തട്ടി. ജ്യൂമിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ഈ ജ്യൂമിങ്ങിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് 2 കുട്ടികളും ഉണ്ടായിരുന്നു. കെമിസ്ട്രിയിൽ PhD ഒക്കെ ഉള്ള ആളാണ് കേട്ടോ ഇയാൾ. അപ്പോൾ ആളുടെ ഡോറിൽ നോക്ക് ചെയ്തപ്പോൾ ആൾ ഡോറ് തുറക്കുകയാണ്. വലിയ കാര്യമായിട്ട് കഥയൊന്നും പോലീസുകാർ പറഞ്ഞില്ല. നേരെ തന്നെ അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പോലീസുകാർ ആളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ അവിടെ ഇഞ്ചെക്ട് ചെയ്തത്, അതേപോലെ തന്നെ എന്തിനാണ് നിങ്ങളത് ചെയ്തതെന്നുള്ളത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് എന്തോ 2 കെമിക്കലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്ലോ പോയിസൺ എന്നുള്ളൊരു രീതിയിലുള്ളൊരു സാധനം തന്നെയായിരുന്നു ആൾ അവിടെ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ഇയാൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആൾ ഇവരെ മുഴുവൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ളൊരു ഈവിൾ പ്ലാൻ പ്ലോട്ട് ചെയ്തത്. അതായത് ഇയാൾ അപ്പാർട്ട്മെൻറ്റിലെ എന്താ പറയുക മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പലതവണ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മുകളിലത്തെ ഫ്ലാറ്റിൽ നിന്ന് ഭയങ്കര സൗണ്ട് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ അധികൃതർ ഇതേപോലെ തന്നെ ഈ ഒരു ഉമറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ മാക്സിമം എന്താ പറയുക അത്രയും ശ്രദ്ധിച്ചു. അതായത് എന്തെങ്കിലും പാത്രം നിലത്ത് വെക്കുമ്പോഴോ കസാര സാധനങ്ങളൊക്കെ മാറ്റുമ്പോഴോ ഒക്കെ വളരെ സൂക്ഷിച്ചായിരുന്നു അവർ ചെയ്തിരുന്നത്. എന്നാൽ കുഞ്ഞിൻ്റെ കരച്ചിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വീട്ടിലൊരു കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നല്ല കരച്ചിലുണ്ടാവും പല സമയങ്ങളിലും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളും ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന സമയത്ത് അതേപോലെയൊക്കെ കരഞ്ഞിട്ടൊക്കെ തന്നെ ആയിരിക്കും വലുതായിട്ടുണ്ടാവുക. എന്നാൽ ഇയാൾക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ ആളുടെ പണിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ള എന്നും അതേപോലെ തന്നെയുള്ള ഓരോരോ കാര്യങ്ങളായിരുന്നു ആൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. സോ ഈ ഒരു ഉമറിനെയും കുടുംബത്തിനെയും ഇല്ലാതാക്കണം എന്നുള്ള ഒരു പ്ലാനോട് കൂടിയിട്ട് തന്നെയായിരുന്നു ആൾ അത്തരത്തിലുള്ള കെമിക്കലും കാര്യങ്ങളൊക്കെ അവിടെ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഉമറിനെയും ഷമീറയെയും കുഞ്ഞിനെയും പരിശോധിച്ച ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കൂടെ അവർ കെമിക്കൽ ശ്വസിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ജീവൻ തന്നെ അപകടമായനെ എന്നുള്ളതാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ചികിത്സയും കാര്യങ്ങളൊക്കെ ഫലിച്ചവർ പൂർണ്ണമായിട്ടും ഭേദപ്പെടുകയും ചെയ്തു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ജ്യൂമിങ് എന്ന് പറയുന്ന ആൾ ജയിലിലാണ്. ഈ ഒരു കേസാണെന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഒരു കുഞ്ഞ് കരയുന്നതെന്ന് വെച്ചെങ്കിൽ ഇത്ര ഒരു എക്സ്ട്രീമായിട്ടുള്ളൊരു കാര്യം ആരെങ്കിലുമൊക്കെ ചെയ്യൂ. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.